കളിപ്പറമ്പ തൃച്ചംബരം അമ്പലത്തിൽ പോയിട്ട് വരുന്ന വഴിക്ക് ഒരു സംഭവം ഉണ്ടായി. എന്താന്ന് വെച്ചാൽ ഒരു കുട്ടിയെ ഒരാള് കത്തി കൊണ്ട് കുത്തി കൊല്ലാൻ ശ്രമിക്കാണ്. ഇത് കണ്ടു നിൽക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ ചുറ്റും നിൽക്കാണ്. ഒന്ന് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് ആ കത്തി ഒന്ന് പിടിച്ചു മാറ്റാനോ ഒന്നിനും ഒരാൾ പോലും അടുത്തോട്ട് ചെല്ലുന്നില്ല. സംഭവം ശരിയാ, കത്തി ഉണ്ടല്ലോ, ചിലപ്പോൾ പേടിച്ചിട്ടായിരിക്കാം, എന്തെങ്കിലും ആയിരിക്കാം, ആർക്കെങ്കിലും പറ്റിയാലോ. പക്ഷെ ഒരു കാര്യം, ചിലപ്പോൾ നമ്മുടെ ആരെങ്കിലാണ് ആ സ്ഥാനത്തെങ്കിൽ നമ്മൾ ചിലപ്പോൾ ഓടിച്ചെന്ന് ഒന്നും നോക്കിയാൽ നമ്മൾ ഓടിച്ചെന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി നമ്മൾ ശ്രമിക്കൂലേ? നമ്മുടെ ജീവൻ നമ്മൾ അവിടെ നോക്കുമോ? നമ്മളൊന്ന് നമ്മുടെ മക്കളോ നമ്മളെ റിലേറ്റീവ്സ് ആരും കാണാൻ നമ്മൾ ഓടിച്ചെന്ന് ഒന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കൂലേ? ഇല്ലേ? പക്ഷെ ഒരാൾ പോലും ഒന്ന് രക്ഷപ്പെടുത്താനോ ഒന്നും, ആ കത്തി ഒന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഞാനും എൻ്റെ ഒന്ന് രണ്ട് സുഹൃത്തുക്കളും വരുന്ന വഴിക്ക് സംഭവം കണ്ട്, അപ്പോൾ നമ്മൾ ഓടിച്ചെന്ന് എങ്ങനെയൊക്കെയല്ലോ നമ്മൾ അതിൽ നിന്ന് ആ കുട്ടിയെ സത്യം എന്തേ ഇതിന് ജീവനൊന്നും സംഭവിച്ചില്ല. അതുപോലെ രക്ഷിച്ചവർക്ക് ബിഗ് സല്യൂട്ട്. കാരണം അങ്ങനെ നോക്കി നിൽക്കരുത്. ഇങ്ങനെ ഒരാളിങ്ങനെ ആക്രമിക്കുക, ശരിക്കും കത്തിയൊക്കെയുണ്ട്. ശരിക്കും ആൾക്കൂട്ടൊക്കെ എന്തെങ്കിലും ഒരു ഭക്ഷണം മോഷ്ടിച്ചു എന്നൊക്കെ പറയുമ്പോൾ ഒരുത്തനെ കയറി തല്ലി കൊന്നായിരുന്നല്ലോ. അതുപോലെ തന്നെ വേറൊരു കള്ളനകത്ത് അന്യ സംസ്ഥാനത്തുള്ളിലും തല്ലി കൊന്നായിരുന്നല്ലോ. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു കുറ്റകൃത്യം നടക്കുമ്പോൾ ആ കുറ്റകൃത്യം ചെയ്യാൻ പോകുന്ന വ്യക്തി ഈ ആവേശവും അവരെ തല്ലിക്കൊന്നതിൻ്റെ ആവേശമൊന്നും ഇതിൻ്റെ പകുതി പോലും ഇതുപോലെ അക്രമം നടക്കുമ്പോൾ കാണിക്കാത്തത് എന്തുകൊണ്ടാണ്? ദുർബലരായതുകൊണ്ട് എന്നും കയറി ആളെ കരുത്തല്ല. ഒരുത്തൻ കള്ളും കുടിച്ചിട്ട് ഒരു പയ്യനിട്ട് കൊല്ലാൻ നോക്കണം, അത് കണ്ട് കയ്യും കെട്ടി നോക്കി. ഇതേ വീഡിയോൻ്റെ തുടർച്ചയിൽ തന്നെ പറയുന്നുണ്ട്, പോലീസിനെ വിളിച്ചു 112 വിളിച്ചിട്ട് ഒരാൾ പോലും വന്നില്ല. അപ്പോൾ രാഹുൽ ഈശ്വർ സൂചിപ്പിച്ച കാര്യവും ഇദ്ദേഹം പറയുന്നുണ്ട്. രാഹുൽ ഈശ്വർ പറഞ്ഞു ആണുങ്ങൾക്ക് വേണ്ടിയൊന്നും ആരും വരില്ല, പെൺകുട്ടികളായി പെട്ടെന്ന് വന്നു. തീർച്ചയായിട്ടും ആൺകുട്ടികൾക്ക് വേണ്ടിയും വരണം. ഇവിടെ ഒരു മനുഷ്യ ജീവനാണ്, അത് സ്ത്രീയുടെ ആയാലും പുരുഷൻ്റെ ആയാലും. അതിന് പോയാൽ പിന്നെ കിട്ടത്തില്ല. അത് ആരുടെ ജീവനാണ്, എത്ര വലിയ കൊലമ്പൻ്റെ ജീവനാണെങ്കിലും പോയാൽ പിന്നെ തിരിച്ച് കിട്ടത്തില്ല. ഒരു പയ്യനിട്ട് കയ്യിലും കുത്തി അതിനെ വേണ്ടാതീനും പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ ചുറ്റും ആൾക്കാർ കൂടി ഇരുന്ന് അത് കണ്ടുകൊണ്ടിരുന്നു. ഒന്ന് ശരിക്കും ഇറങ്ങി എന്ന് 5-6 പേരൊക്കെ നല്ല ചെറുത്തിലായിട്ട് ഇറങ്ങി നല്ല ചവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ്റെ സൂക്കേട് മാറും. കള്ളു കുടിച്ച് ബോധമില്ലാതെ ആയിരുന്നു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പെട്ടെന്ന് അയാൾ കീഴ്പ്പെടുത്താനും എളുപ്പമായിരുന്നു. എന്നിട്ട് ആൾക്കാർ കയ്യും കെട്ടി നോക്കിയിരുന്നു. കഷ്ടമുണ്ട്. അപ്പം അദ്ദേഹം ചോദിച്ച പോലെ നമ്മുടെ വേണ്ടപ്പെട്ടവരെ മക്കളെയോ ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്യണമെന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ കയ്യും കെട്ടി നോക്കിക്കോ? എന്ത് ചെയ്യാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ ആയിപ്പോയി. ആവശ്യമുള്ളിടത്ത് ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ പോയി കയറി കിടന്ന് തല്ലി ഒരുത്തനെ കൊല്ലാനൊക്കെ നല്ല ആവേശമാണ്. അതുപോലെ കുറ്റകൃത്യം കണ്ടു കഴിഞ്ഞാൽ അവൻ ചാവണം നോക്കിക്കൊണ്ടിരിക്കും. പറഞ്ഞിട്ട് കാര്യമില്ല.